ഞാൻ കൂടുതൽ ഈ കൊറിയൻ ഡ്രാമാസ് കാണല്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവരെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടം. അവർ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് വേറെ തന്നെ ഒരു പാറ്റേൺ ആണ്. പിന്നെ അവർ സ്റ്റൈൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്, അത് വേറൊരു രസം. പിന്നെ ഇവരെ ഒരു ക്ലോത്തിന്റെ മെറ്റീരിയൽ ഇല്ലേ, നമ്മൾ നോർമലി ഷർട്ടും പാന്റും വായിക്കുന്ന ആ ഒരു ക്ലോത്ത് അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ബൈ ദ വേ, ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന കേഡ്രാമ ഇതൊക്കെ കേട്ടാ. ആരെങ്കിലൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്റെ ഒപ്പം തന്നെ എല്ലാ ലേറ്റസ്റ്റ് കേഡ്രാമസും കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഞാൻ ഇതൊന്നും കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഞാൻ ഇത് കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് നോക്കും. എനിക്ക് കൊറിയൻകാരനോട്ടല്ലേ കേഡ്രാമയിൽ ഓനെ പോലെ ആണെന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും ആവണമെന്നില്ല. പക്ഷെ എനിക്ക് ഇവരെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ അവരെ ആ കൊറിയൻ ഡ്രസ്സ് തന്നെ പർച്ചേസ് ചെയ്യണം. അവരെ ക്ലോത്തിന് ഭയങ്കര എക്സ്പെൻസാ. തൊട്ടതിന് 2-3,000 റുപ്യ. ഷിപ്പിങ്ങും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4-5,000 റുപ്യ. ഒട്ടുമിക്ക ടാത്ത സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത് ആ ഒരു വൈബ് കിട്ടാറേ ഇല്ല. ഒരു മാതിരി കോലത്തിലാ കിട്ടാ. പക്ഷെ ഇന്ന് കറക്റ്റ് ഞാൻ ഒരു കൊറിയൻ വൈബ് റീക്രിയേറ്റ് ചെയ്യാൻ പോകും. അവരുടെ അതേ മെറ്റീരിയൽ, പൈസ ഭയങ്കര കുറവ്. ഞാൻ ചുമ്മാ പറയുന്നതെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. ക്ലോത്ത് ആക്ച്വലി അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. ഇതിന്റെ കോസ്റ്റ് 617 റുപ്യ. ഇതിന്റെ ഒപ്പം സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയൻ വൈബിൽ തന്നെ ഒരു പാന്റ്, പക്ക ഒരു കൊറിയൻ സ്ലിം ഫിറ്റ്, അതായത് ഓവർ ബാഗി അല്ല. ഇതിന്റെ ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ കുറെ കളേഴ്സ് ഉണ്ട്. ഞാൻ ഇതിന്റെ ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്, വൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് 434 റുപ്യ. കൊറിയൻ ടൈപ്പ് ഔട്ട്ഫിറ്റിന് ഏറ്റവും മാച്ചുള്ള ഷൂ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ഈ ഒരു മോഡലുള്ള സാധനമായിരിക്കും. ഈ മോഡലിൽ നിങ്ങൾക്ക് ഏത് കളർ ചൂസ് ചെയ്യാം. ഈ ഷൂവിന് എങ്ങനെ പോയിക്കാൻ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് 1000 റുപ്യക്ക് എടുത്തതാണ്. പക്ഷെ നിങ്ങൾ ഇത് കണ്ട, ഇതിന് സ്റ്റിച്ച് ഉണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ഇമാതിരി സംഭവങ്ങളൊക്കെ എപ്പോഴും നോക്കണം. ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ട് ആണ്, അത് നല്ല മോഡലാണ്, ഇതെല്ലാം നോക്കണ്ട. ഈ സംഭവത്തിന്റെ അടിയിൽ സ്റ്റിച്ച് ഉണ്ട്. സാധനം പെട്ടെന്നൊന്നും ഇളകിപ്പോല. അതുകൊണ്ട് ഞാൻ ഇമാതിരി സംഭവങ്ങൾ നോക്കിയിട്ട് സാധനം പർച്ചേസ് ചെയ്യല്. എങ്ങനെ പോയാലും ചെറിയ എന്തെങ്കിലും ഒരു ആക്സസറീസ് ഇതിന്റെ ഒപ്പം മാച്ച് ചെയ്യുന്ന നല്ല രസമായിരിക്കും. ഈ ചെയിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതിന്റെ പെയിന്റ് പോകാൻ യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. ആക്ച്വലി 227 റുപ്യക്ക് നിങ്ങൾക്ക് ഈ 2 ചെയിൻ കിട്ടും. പക്ഷെ നമ്മളെ ഔട്ട്ഫിറ്റിൽ ഇത് വേണമെന്ന് അത്രയില്ല നിർബന്ധമില്ല. ഇനി ഞാൻ ഇതൊക്കെ സ്റ്റൈലായിട്ട് കാണിച്ചു തരാം.